ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി വിഷയം സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അനൗദ്യോഗിക സ്റ്റാഫംഗമായ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥനും ഗുരുതര സാമ്പത്തിക ക്രമക്കേടിന് അച്ചടക്ക നടപടി നേരിട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കൃഷ്ണകുമാർ വാര്യരുടെ നേതൃത്വത്തിലാണ്. ഒരു വിഭാഗം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സർക്കാരിനെ ലക്ഷ്യമിട്ടുള്ള കള്ളപ്രചാരവേല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു ഇയാൾ. ദേവസ്വം, ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് അനുകൂല സംഘടനാ പ്രവർത്തകരെ ഉപയോഗിച്ച് സർക്കാരിനെതിരെ പൊടിപ്പും തൊങ്ങലും വെച്ച് മാധ്യമങ്ങൾക്ക് വാർത്ത കൈമാറുന്നതായാണ് വിവരം. പ്രതിപക്ഷ നേതാവിൻ്റെ മറ്റൊരു സ്റ്റാഫ് അംഗമായ പഴയ ചാനൽ പ്രവർത്തകനാണ് ഇടനിലക്കാരൻ. ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായതോടെ ശശി തരൂർ എം.പിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറിക്കൂടിയ കൃഷ്ണകുമാർ വാര്യർ ഇവിടെ നിന്നാണ് വി.ഡി. സതീശന്റെ ഓഫീസിൽ എത്തുന്നത്. വിരമിച്ചതിനാൽ അനൗദ്യോഗിക സ്റ്റാഫാക്കി നിലനിർത്തുകയായിരുന്നു. കഴിഞ്ഞ 2 തവണയും ശബരിമല ദർശനത്തിന് വി.ഡി. സതീശൻ എത്തിയത് കൃഷ്ണകുമാർ വാര്യർക്കൊപ്പമാണ്. താൻ കെ.പി.സി.സി അംഗമാണെന്നും ഇയാൾ പറയുന്നുണ്ട്.